ഹരേ കൃഷ്ണ. എല്ലാവർക്കും യോഗിനി ഏകാദശി ആശംസകൾ. അപ്പോൾ ഇന്നത്തെ ദിവസം പഞ്ചാമൃതം എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. പഞ്ചാമൃതം ഉണ്ടാക്കി അത് നമുക്ക് ചരണാമൃതമായിട്ട് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യമായിട്ട് ഇവിടെ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിൽ ഷുഗർ ഇടുക. ഷുഗർ അത് പൊടിച്ചതാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് പൊടിച്ചതില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഷുഗറാണ് ഇട്ട്. പിന്നെ ഇത് പാലൊഴിക്കുക. കുറച്ച് നിങ്ങൾക്ക് എത്രമാത്രം ഉണ്ടാക്കണോ അത്രയും എടുക്കാം. ഇനി കുറച്ച് തൈര് നിങ്ങൾക്ക് ഇടാം. ഓരോരോ സ്പൂണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഒഴിക്കേണ്ടത് നെയ്യാണ്. കുറച്ച് നെയ്യ് ഒഴിക്കാം. അതിനുശേഷം നിങ്ങൾക്ക് എത്ര കൂടുതൽ ഉണ്ടാക്കണോ അത്ര നിങ്ങൾക്ക് യൂസ് ചെയ്യാം, എടുക്കാവുന്നതാണ്. ഓക്കെ, നെയ്യ് ഇട്ടു. അതിനുശേഷം നമുക്ക് കുറച്ച് ഹണി എടുക്കാം. ഹണി നമുക്ക് മിക്സ് ചെയ്യാം. തേന്. ഓക്കെ, എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. മിക്സ് ഇറ്റ് വെൽ. ഓക്കെ, ഇവരുടെ നമ്മുടെ പഞ്ചാമൃതം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, പഞ്ചാമൃതം ഈസ് റെഡി. ഓക്കെ, ഇനി നമുക്ക് ഒരു തുളസി ഇല ഇട്ട് പഞ്ചാമൃതം വെക്കാം. അപ്പോൾ പഞ്ചാമൃതം ഉണ്ടാക്കി നിങ്ങൾ അന്ന് ഏകാദശി ദിവസം ഭഗവാന് നിവേദ്യമായിട്ട് നിങ്ങൾക്ക് അർപ്പിക്കാവുന്നതാണ്. അത് നിവേദ്യം അർപ്പിച്ചതിന് ശേഷം പ്രസാദ രൂപത്തിൽ നിങ്ങൾക്ക് സേവിക്കാവുന്നതാണ്. പക്ഷേ ഞാനിവിടെ നമുക്ക് ലഡ്ഡുഗോപാലുണ്ട് വീട്ടിൽ. ലഡ്ഡുഗോപാൽ ഉള്ളവർ നിങ്ങൾക്ക് ലഡ്ഡുഗോപാലിനെ നിങ്ങൾക്ക് അഭിഷേകം ചെയ്യാം. ഓക്കെ, ഞാനതുകൊണ്ട് ലഡ്ഡുഗോപാലിനെ അഭിഷേകം ചെയ്യാൻ പോവാണ്. ഇല്ലാത്തവർ വിഷമിക്കേണ്ട, നിങ്ങൾ ഭഗവാന് നിവേദിച്ചാൽ മാത്രം പ്രസാദമായിട്ട് നിവേദിക്കുക. ഓക്കെ, അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ ലഡ്ഡുഗോപാൽ ഇവിടെ റെഡിയുണ്ട്. ലഡ്ഡുഗോപാലിന് നമുക്ക് പഞ്ചാമൃതം കൊണ്ട് ഇന്നൊന്ന് അഭിഷേകം ചെയ്തല്ലോ. ഓക്കെ, ഇന്ന് നമ്മുടെ ഏകാദശി ദിവസമല്ലേ, അപ്പം നമ്മൾ പഞ്ചാമൃതത്തിൽ നമുക്ക് ലഡ്ഡുഗോപാലിനെ ഒന്ന് വെളുപ്പിനെ നമുക്കൊന്ന് അഭിഷേകം ചെയ്യാം. ഓക്കെ, അപ്പോൾ ലഡ്ഡുഗോപാൽ ഇല്ലാത്തവരാണെങ്കിൽ വിഷമിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾക്ക് ഭഗവാനിത് നിവേദ്യമായിട്ട് സമർപ്പിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പം എല്ലാവരും പഞ്ചാമൃതം ഉണ്ടാക്കി ഭഗവാനെ നിവേദിക്കുക. ഭഗവാൻ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഭഗവാനെ നിങ്ങൾ അഭിഷേകം ചെയ്ത് ചരണാമൃതം സേവിക്കാവുന്നതാണ്. ഓക്കെ, അപ്പം എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും, പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കണ്ട. താങ്ക് യു. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.